ഇന്ന് നമുക്കേ നല്ല ടേസ്റ്റുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. ഈ മാവിലേക്ക് ഞാനൊരു ഇത്തിരി കല്ലുപ്പിട്ട് കൊടുത്തു കേട്ടോ. പൊടിയുപ്പ് വേണമെങ്കിൽ പൊടിയുപ്പ് ഇടാം. ഞാൻ കല്ലുപ്പ് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് കല്ലുപ്പ് എടുത്തതേ ഉള്ളൂ. വിരളമായിട്ടേ പൊടി ഉപയോഗിക്കലുള്ളൂ. ഇത് കലക്കി ഒഴിച്ചു കൊടുക്കായിരുന്നു. അത് ചെയ്യാത്തത് മാവിൻ്റെ കട്ടി കണ്ടോ, മാവ് കണ്ടോ കട്ടിക്കിരിക്കുന്നുണ്ടോ. അപ്പോൾ അഥവാ ഇനി വെള്ളം ആയിപ്പോയാലോ ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് കലക്കി നോക്കിയാലല്ലേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്. ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം നമ്മൾ നോക്കി തന്നെ ഒഴിക്കണം. തിരിയേ ഒഴിക്കാൻ പാടുള്ളൂ. വേണമെങ്കിൽ രണ്ടാമത് ഒഴിക്കാമല്ലോ. ഇനി അഥവാ വെള്ളമായി പോയാൽ പിന്നെ അത് ഇഡ്ഡലിക്ക് ബുദ്ധിമുട്ടാണ്, ദോശയ്ക്കേ പറ്റുള്ളൂ. ഇത് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ വഴിയാമണ്ണം പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. ആർക്കറിയില്ല വെച്ച് പറയുന്നതല്ല. ഇതുണ്ടോ, മാവ് കോരുമ്പോൾ അധികം കട്ടിയുമല്ല വെള്ളവുമല്ല, എങ്കിലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ടിയായി പോവും. അതുകൊണ്ട് ആട്ടി പുറത്ത് വെച്ചിരുന്നു, എന്നിട്ട് എടുക്കുകയാണ്. ഇത് പൊരിക്കാൻ വേണ്ടിയാണ്. ഇതിനി വാഴയിലയിൽ ഉണ്ടാക്കണം. വാഴയില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവനെ നമ്മൾ വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തില്ലെങ്കിൽ നമ്മളെ വരുതിക്ക് ഇവൻ ഒരിക്കലും വരില്ല. അതുകൊണ്ട് മാവും റെഡി, ഇലയും റെഡി. ഇനി ഇത് തീയിൽ കാണിച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തു. എന്ത് ടേസ്റ്റാണെന്നറിയോ ഈ വാഴയില ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്ക്. പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് കഴിക്കുക. ഇപ്പോഴും ഞാനങ്ങനെ തന്നെ ഉണ്ടാക്കുക കേട്ടോ. ഇതിൽ നിന്ന് ഒരില എടുക്കുക, ഇതിനങ്ങോട്ട് മടക്കണം. തിരിച്ച് എതിരെ ഇങ്ങനെയും മടക്കുക. മടക്കിയിട്ട് നമ്മളിത് മുറിക്കണം. മുറിക്കാനായിട്ട് അത് എടുത്ത് വെച്ചു. ഈ മുക്കിന്ന് ഈ മുക്ക് വെച്ച് മുറിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണ ഷേപ്പ് മുറിക്കുക. അപ്പം നമുക്കൊരു ഷേപ്പിനൊക്കെ അങ്ങ് കിട്ടും. ഈ വക്കങ്ങ് കളയുക, ആ ത്രികോണം ഇങ്ങോട്ട് എടുക്കുക, മുറിക്കുക. ഉണ്ടോ, വലിയ പണിയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇഷ്ടം എങ്ങനെ അങ്ങനെ മുറിക്കാം. എനിക്കിതാ ഈ കോലത്തിൽ കിട്ടി. ഇങ്ങനെയാണ് കിട്ടിയത്. ഇതിനെ തട്ടിലേക്ക് വയ്ക്കുക, മാവ് കോരി ഒഴിച്ച് കൊടുക്കുക. ഇത് ചെറിയ തട്ടാട്ടോ. ഇത് ചെറിയ തട്ടിൽ ഞാനങ്ങ് കോരി ഒഴിച്ചു. നിങ്ങളെ കാണിക്കാൻ ഒരു തട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ചെയ്യാൻ കാണിച്ചു തരാം. ഇത് വയ്ക്കുക. ഈ കുഴിയിലേക്ക് നമ്മൾ മുറിച്ച ഇതിൻ്റെ ഇല എടുത്ത് വയ്ക്കുക. ഒരെണ്ണം മുറിച്ചാൽ പോരാ, നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ മുറിച്ചെടുക്കണം. എന്നിട്ട് കോരി ഒഴിക്കുക കേട്ടോ. ഈ ഇലയിൽ ഇത് തുടച്ചിട്ട് വെളിച്ചെണ്ണ തേച്ചാൽ ഒട്ടാതെ പോരും കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ തേച്ചില്ല. അടുത്ത ഇല വയ്ക്കുക. അത് ചരിഞ്ഞിരിക്കും. അത് നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങോട്ട് തന്നെ കമന്ന് വരാൻ സാധ്യതയുണ്ട്. കറക്റ്റ് അത് വന്നു. അതിന് നമ്മൾ നിവർത്തി വെച്ച് കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. നിവർത്തി വെച്ച് കൊടുത്താൽ അത് അവിടെ കണ്ടോ ഇരിക്കുന്നുണ്ടോ. അടുത്ത ഇല വെച്ച് ഒഴിക്കുക. അടുത്ത ഇല, അടുത്ത ഇല. അത് 5 എണ്ണം ഉണ്ടാക്കാം ഇതിൽ. അപ്പോൾ എല്ലാം ഇതൊരു ഭംഗിയാണ്. നോക്ക്, ഇതൊരു ഭംഗിയാണ്. ഈ ഭംഗി തന്നെ ഉണ്ട് തിന്നാനും. അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് അരിയേറ്റുക. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി. ഇടയ്ക്ക് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഞാനൊന്ന് നോക്കി. എന്താ സ്ഥിതി എന്നറിയാമല്ലോ, എന്ത് സോഫ്റ്റാണെന്നറിയോ, കണ്ടാലറിയാം കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് അടച്ച് ആവിയേറ്റുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അതിന് തേങ്ങ എടുത്ത് തിരി വെച്ചിട്ടുണ്ട്. തിരി മുളക് പൊടി ഉണ്ടോ, തിരി മുളക് പൊടി എടുക്കുക. കല്ലുപ്പ് ഞാൻ കൂടെ വെച്ചാൽ കരയ്ക്കും കേട്ടോ. കല്ലുപ്പൊക്കെ, തിരുവരുന്നുള്ള ജീരകം, ചെറിയ ഉള്ളി, കറിവേപ്പിൻ്റെ ഒരില. മുളക് എത്ര കണ്ട് കുറയ്ക്കുമോ അത്ര കണ്ട് ചമ്മന്തിക്ക് ടേസ്റ്റാണ് കേട്ടോ. അത് അങ്ങനെയാണ്. അത് എരിവ് കൂടിയാൽ നന്നാവില്ല. ഞാൻ അമ്മിയിൽ വെച്ചിട്ട് അരയ്ക്കുക, നിങ്ങൾ മിക്സിയിൽ അരച്ചെടുത്തോളൂ. ഉണ്ടോ, കറിവേപ്പില വരെ അരച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരുമിച്ചങ്ങ് മിക്സ് ചെയ്തങ്ങ് വെച്ചാൽ മതി. ഞാനതാ ഉണ്ടോ. ഉള്ളി അത്ര അരച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് പിന്നെയും കൂടിയാൽ മതിരിക്കും കേട്ടോ, അത് നന്നാവില്ല. എടുത്ത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് കലക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇടുക. ഉള്ളി അരിഞ്ഞിടുക. വറവിടാനേ മുളക്, കടുക് എല്ലാം കൂടെ ഇട്ടിട്ട് വറവിട്ടെടുക്കുക. ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇതിനെ എടുത്തൊരു പാത്രത്തിലേക്ക് വയ്ക്കുക. അപ്പോൾ അത് ഇല അങ്ങോട്ട് മാറ്റുക. ഇത് ഞാൻ എണ്ണ തേക്കാത്തതുകൊണ്ട് ഇത്തിരി ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ തീരെ ഒട്ടൂല, എടുക്കുന്നതും അങ്ങ് വീഴും. എനിക്ക് നാളെ ഇല കിട്ടുമായതുകൊണ്ടാണ് ഞാൻ എണ്ണ തേക്കാത്തത്. എനിക്കിത് കളഞ്ഞാൽ മതി. ഇല കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഇലയെ കഴുകി വെച്ചിട്ട് നാളെ ഉപയോഗിക്കാം. നാളെയും ഇതിൽ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാം, ഒരു പ്രശ്നമില്ല. ഞാൻ എണ്ണ തേക്കാത്ത ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടുമായിട്ടാണ് ഇഷ്ടം പോലെ. അടുത്ത് നമ്മളെ ചമ്മന്തി റെഡിയായോ? എൻ്റെ ഇടയ്ക്ക് ചമ്മന്തി ആയി കേട്ടോ. ചമ്മന്തി റെഡിയാണ്. ഉണ്ടോ, ഇഡ്ഡലിയും ചമ്മന്തിയും. ചുവന്ന് കാണുന്നുണ്ടോ? ഈ ചുവന്ന് കാണുന്നത് തവിടാണ്. എന്ന് പറഞ്ഞാൽ ഞാനിതിൻ്റെ കൂട്ട് പറഞ്ഞു തരാം. ഞാൻ ഒരു ഗ്ലാസ്, എന്ത് ഗ്ലാസ് ആയാലും ഒരു ഗ്ലാസ്
ഡൊപ്പി അരി, പിന്നെ 1 ഗ്ലാസ് ചമ്പാ പച്ചരി വെള്ളത്തിയിട്ട് കുതിർത്തിയിട്ട് ആട്ടുന്നതിൻ്റെ കൂടെ ഞാൻ 1 ഗ്ലാസ് മട്ട അരിയുടെ ചോറിട്ട് കൊടുത്തു. മട്ട അരി തന്നെ വേണമെന്നൊന്നുമില്ല, ചമ്പാ പച്ചരി തന്നെ വേണമെന്നൊന്നുമില്ല, മറ്റേ പച്ചരി ആയാലും മതി. ഇതിങ്ങനെ ഞാൻ തവിടുള്ള അരി ഉപയോഗിക്കുന്നത് കൊണ്ട് ചെയ്തതെന്നേ ഉള്ളൂ. ഇത് 3ഉം കൂടെ ആട്ടിയെടുക്കുക. ഉഴുന്ന് ഒരു 3/4 ഗ്ലാസ്, അതേ അളവിനുള്ള ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് ഉഴുന്നിടുക, കുതിർത്തുക, ആട്ടുക, മിക്സ് ചെയ്യുക, കോരുക, ഒഴിക്കുക, ചമ്മന്തി ഉണ്ടാക്കുക, കഴിക്കുക.